ഞാനിപ്പോൾ മുളപ്പിച്ച തൈയാണ്, അത് നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ചകിരി നിറച്ച് വെച്ച് വേണ്ട, ചകിരി നിറച്ച് വെച്ച് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇത് അടിയിൽ കുറച്ച് പിന്നെ പുല്ല്, മുറ്റത്തെ പുല്ല് പറിച്ച് കൂട്ടിയ പുല്ലും കാടും കൂടി അത് എടുത്തിട്ടിടാനാവുന്നു. ഇത് നിറച്ചിട്ട് വേണം ഇനി മറ്റുള്ളതിന് നിറക്കാൻ. എന്താ ഇതേപോലെ ഇത് നിറക്കുക. ഇത് ഇഷ്ടംപോലെ ഇല്ലതുകൊണ്ട് ഇത് നമുക്ക് കുത്തി നിറക്കാൻ പറ്റും. കുറച്ച് സീമക്കൊന്നയുണ്ട്, സീമക്കൊന്നയും പിന്നെ കുറച്ച് കരിയിലുണ്ട്, കരിയിലും കൂടി ഇടുന്നുണ്ട്. ഇപ്പം കരിയിൽ ഇഷ്ടംപോലെ ഉണ്ട്, കൊണ്ടുവരാൻ ആവാതെ കൊണ്ട് മാത്രമേ ഉള്ളൂ. മറ്റു ഇഷ്ടം പോലെ കരിയിലുണ്ട്. കരിയിലാണ് വേണ്ടത് കാര്യമായിട്ട് ഇട്ടാൽ. കരിയിൽ പിന്നെ മേലെ കരിയിലും കൂടി ഇട്ടാൽ വേറൊരു വളവും വേണ്ട, ഇതന്നെ വളമായിപ്പോയി. നമ്മൾ കൊടുക്കുന്ന വളത്തിന് ഒരു ഇതും ഉണ്ടാവില്ല. കണ്ടില്ലേ, ഇതേപോലെ ചെയ്യേണ്ട ഇങ്ങനെ കണ്ടില്ല. ഇതേപോലെ ഇതുപോലെ ഞാനിപ്പോൾ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കരിയിലാണ് വാരിനകത്ത്. കണ്ട കരിയില, ഇത് ഞാൻ ചാക്കിൽ വാരിക്കൊണ്ടിരിക്കുന്നത് കരിയില. ഇഷ്ടംപോലെ കരിയിലുണ്ട് ഇപ്പോൾ, നല്ല കരിയില ഉണ്ടല്ലോ. നല്ലോണം കരിയിലുണ്ട്. കരിയിൽ നിറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നിറക്കുമ്പം ചാക്കിൽ കുറച്ച് കഴിയുമ്പോൾ കമ്മിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും കരിയില ഉണങ്ങിയതായതുകൊണ്ട് തോല് പച്ച കരിയിലായി, അതുകൊണ്ട് കുറേ താണു വരും. അതേപോലെ ഇപ്പോൾ ഈ കരിയിൽ ഇങ്ങനെ ഇട്ടാലുണ്ടല്ലോ, അടിയിലിടുന്ന പുല്ല് തേത്ത് വരികയില്ല, അതവിടെ മുങ്ങിക്കിടക്കുമല്ലോ. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് സീമക്കൊന്നയും കൂടി ഇടുന്നുണ്ട്. കണ്ടാ സീമക്കൊന്ന, ഈ സീമക്കൊന്നയും കൂടി ഇട്ടിട്ട് വേണം. എന്താ ഇത് സീമക്കൊന്നയും കൂടി ഇട്ടിട്ട് അതിൻ്റെ മേലെ ഞാൻ പിന്നെ നടുന്നത്. അതല്ല, സീമക്കൊന്ന ഇട്ടിട്ട് ആണ് ഇപ്പോൾ. ഇനിയാണ് ഇതിൻ്റെ മേലെ പോട്ടി മിശ്രിതം നിറക്കുന്നത്. കണ്ടാ ഇത് പോട്ടി മിശ്രിതം നിറക്കാന്. പോട്ടി മിശ്രിതം അന്നേരം കുറച്ചേ വേണ്ടു. നമ്മളിപ്പോൾ ഇങ്ങനെ സീമക്കൊന്ന നിറച്ചത് കൊണ്ടുണ്ടല്ലോ, അല്ല ഈ കാടും ഈ കരിയിലും എല്ലാം കൂടി നിറച്ചത് കൊണ്ട് നമുക്ക് അത്രേ ഇനി ഇത് വേണ്ടു. ഇത് പോട്ടി മിശ്രിതം അത്രേ വേണ്ടു. ഇനി കുറച്ച് കഴിയുമ്പോൾ താട് പോകുമ്പം നമ്മൾ കുറേ ഇട്ട് കൊടുക്കണം. അന്നേരം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ ഇഷ്ടംപോലെ ആയി പൊടിച്ച് വരുമെങ്കിൽ നല്ല വളവും ഉണ്ടാവും. ഇനും അതിൻ്റെ ചുവട്ടിൽ ആദ്യം ഇത് പോവുകയും ചെയ്യല്ല, അന്നേരം ഇത് നന്നാവും കൂടുതൽ. അതാണ് അതിനാണെങ്കിൽ ആദ്യം അമരിഞ്ഞ് വരുമ്പോൾ നമ്മൾ കുറച്ച് അതിനകത്ത് രണ്ടാമത് പൊടിച്ച് വന്നിട്ടാകുമ്പോൾ കുറച്ച് വളർന്ന് വരുമ്പം കുറച്ച് ഇട്ട് കൊടുത്താൽ പിന്നെ നല്ല വളർച്ചയ്ക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. അതാണ് ഇതിങ്ങനെ ചെയ്യേണ്ടത്. ഇത് നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ ആയി. കണ്ടാ ഇതേപോലെ ഇട്ട് കൊടുത്തു, നല്ലപോലെ നിറച്ചിട്ടാ. ഇനിയിപ്പം ഞാനിത് തൈ എടുത്ത് നട്ടേ. കണ്ടാ നല്ല വലിയ നല്ല ഉഷാറൻ തൈയാണ്. നമ്മളിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ഇത്ര നല്ല തൈ കിട്ടൂല. കണ്ടില്ലേ, നല്ല തയ്യാണ്. നമ്മളെടുത്ത് ഉണ്ടാക്കിയ തയ്യായതുകൊണ്ട് മോശം വരില്ലല്ലോ. എന്തായാലും നല്ല തയ്യുമാണ്. ഇതിപ്പോൾ നമ്മളിവിടെ നട്ടു കൊടുത്താൽ ഉണങ്ങാതെ കൊണ്ട് നോക്കണം. ഇപ്പം മഴയില്ലാതെ കൊണ്ട് ഉണങ്ങിപ്പോവോ നോക്കണം. നമ്മൾ ഇതിൻ്റെ അകത്തല്ലല്ലോ നട്ടിനി, വെറുതെ നട്ടിട്ട് നടുന്നില്ല. മഴക്കാലമല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ നട്ടിനി, അല്ലെങ്കിൽ ഞാൻ പൊടിപ്പിക്കുമായിരുന്നു നമ്മൾ വീട്ടിൽ തന്നെ. കണ്ടാ ഇതേപോലെ 4 എണ്ണം വെച്ചിട്ടാണ് നടുന്നത്. പിന്നെ 4 എണ്ണം വെച്ചിട്ടാണ് നടുന്നത്. കണ്ടില്ലേ, 4 എണ്ണം കൂടി ഉണ്ട്. 4 എണ്ണം വെച്ചിട്ട് നടാനാണ്. എന്നാലേ അതിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ. നമുക്ക് പിന്നെ പൊടിച്ച് വരുമ്പോൾ 1 2 നട്ട് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. വിളവെടുക്കാൻ പാഞ്ഞും വരില്ല, നല്ലോണം നിറച്ചും വരണം. ചുറ്റും വന്നാൽ മാത്രമേ. ഉണ്ടല്ലേ ഇതേപോലെ കണ്ടേ, കണ്ടില്ലേ ഇതേപോലെ നമ്മൾ നിറച്ച് അടിയിട്ടു. 2 ദിവസം കഴിയുമ്പോഴേക്കും ഇതങ്ങ് താണു വരും. 2 ദിവസം ഇത് ചെയ്ത് തേച്ചും പുല്ലും കാടുമല്ലേ, അതുകൊണ്ട് ഉണ്ടല്ലോ 2 എണ്ണം നട്ടു. ഇനിയിപ്പോൾ ഒന്നും കൂടി നടണം. ഇതിപ്പോൾ ഇതാണ് ഞാൻ നടാൻ പോകുന്നത്. ഇത് കണ്ടല്ലോ, അതിൽ ഞാൻ ചേരി നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ ഈ കാടാണ് ഇടുന്നത് ആദ്യം. അല്ലല്ലേ, ഈ കാട് ഞാൻ
ഇതെല്ലാം ഇങ്ങനെ ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടന്ന്. നമ്മൾ കാട് വളപ്പിൽ പറമ്പത്ത് ഒന്നും കാണാനുണ്ടാവില്ലല്ലോ, വൃത്തിയാവുകയും ചെയ്യല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പം ഇതെല്ലാം ഉപയോഗിക്കലായി, നല്ല വളവുമായി, നമുക്ക് ഒരു പച്ചക്കറിക്ക് വളവുമായി, നമ്മളെ പറമ്പും വൃത്തിയായി. എവിടെയും ബൈക്കെടുത്ത് കാട് കാണൂല. മറ്റിപ്പം തേച്ച് നിറച്ചും ബൈക്കിട്ടെടുത്ത് ഉണ്ടാവുമല്ലോ, ഇത് അതൊന്നും കാണാനില്ല. അതുകൊണ്ട് നല്ല ഒരു പരിപാടിയാണിത്. ഇത് കൃഷിക്ക് ഒരു ഉപകാരമായി. നല്ല മൊത്തങ്ങേൻ്റെ എല്ലാം പുല്ലാണ് കാണുന്നില്ലേ, അതെല്ലാം നല്ല വളമാണ്. മൊത്തങ്ങാന മരുന്നും കൂടിയാ. അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് തന്നെ നല്ല വിളവെടുക്കാൻ കഴിയും. പച്ചക്കറി നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ കാലത്തും നമുക്ക് വിളവെടുക്കണമെങ്കിൽ എല്ലാ കാലത്തും നമ്മൾ നന്നായിട്ട് കൃഷി ചെയ്ത് നോക്കാൻ, നമ്മൾ അതിൻ്റെ മേലെ തന്നെ നമ്മൾ കൃഷി ചെയ്യണം. നമ്മൾ അവരെ വയ്യന്നെ നടക്കണം, എന്നാൽ മാത്രമേ കൃഷി നന്നാവില്ല. വെറുതെ നമ്മൾ നട്ടിട്ട് കാര്യമില്ല. നല്ല ഇഷ്ടം പോലെ നമ്മൾ നോക്കി നല്ല കൃത്യമായിട്ട് അതിന് വീഴുന്ന വളങ്ങളും എല്ലാം കൃത്യമായി കൊടുക്കണം. അവർക്ക് ഇതിനകത്ത് കൊടുക്കുന്ന വളം മാത്രമേ നമ്മൾ കൊടുക്കുന്നേ ഉള്ളൂ. പുറത്ത് നട്ടാലൊന്നുമില്ല, അവർക്ക് വേരും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും വലിച്ചു കിട്ടും. ഇതിപ്പോൾ ഒന്നും കിട്ടാനില്ല, മണ്ണൊന്നും കിട്ടാനില്ല, മണ്ണൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്കേ ഈ തോലും വളവും കൊടുക്കുന്നത്. നട്ട് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വിളവ് കിട്ടുന്നത്. ഇല്ലെങ്കിൽ വിളവ് കിട്ടൂല. നല്ല വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ നമ്മൾ കൊടുക്കുക തന്നെ വേണം. എന്താ മഴയില്ല, 3-4 ദിവസമായി മഴ പെയ്യാതെ. ഇപ്പം നാളെ ഇപ്പം വെള്ളം അടിക്കേണ്ടി വരുന്ന തോന്നുന്നു. നോക്കാം അതില്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇതും കൂടി ഇടട്ടെ. ഇനിയിപ്പോൾ ഈ പോട്ടി മിശ്രിതവും എല്ലാം ഉണ്ട്, ചാരമുണ്ട്, പിന്നെ ഇത് പിന്നെ ചക്കമടൽ വരെ ആയതാണ്. പോട്ടി മിശ്രിതാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഞാൻ നടുക്ക് ചക്കമടലെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല വളക്കൂട് കൂടിക്കോട്ട് വെച്ചിട്ടാ നമ്മൾ അതിന് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയിൽ നട്ട് അവർക്ക് വളവും ഇതും കൊടുക്കുമ്പോൾ അവർ നമ്മളെ അനുഗ്രഹിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ ശപിക്കും. ഒരു ജീവനല്ലേ ഇത്. ആ ജീവന് നല്ലപോലെ വെള്ളവും വളവും മരുന്നും എല്ലാം കൊടുത്താൽ നല്ല അവർ സന്തോഷത്തോടെ നമുക്ക് വിളവ് തരും. അല്ലെങ്കിൽ ഉണ്ടല്ലോ വിളവും തരൂല, നമ്മളെ ശപിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൃഷി ചെയ്ത സ്ഥിരമായിട്ട് നല്ലപോലെ പണിയെടുക്കുന്നത്, കൃത്യമായിട്ട് തന്നെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നന്നാവുകയില്ല എന്ന് മാത്രമല്ല, വലിയ ശാപവും ബാക്കിയാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പം നല്ല ഇതിൻ്റെ മേലെ നല്ല പിന്നെ സീമക്കൊന്നീൻ്റെ ഇതിൽ കാടിടാൻ മറന്നുപോയില്ല, നിറഞ്ഞുപോയി. പോട്ടെ, സാരില്ല. ഇനി പിന്നീടാ കരിയിലിട്ടാൻ മറന്നുപോയി. അതിലിട്ടിട്ടില്ല, ഇതിൽ കരിയിലിടാൻ മറന്നുപോയി. സാരില്ല, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ കരിയിലിട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ ഇത് നിറഞ്ഞിനി, മറ്റേതിനെ നിറഞ്ഞു, ഇനി ഇതിലിടാൻ സ്ഥലവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാണ്ടായിപ്പോയത്. സാരമില്ല, ഇതിൽ കരിയിലിട്ടിട്ടില്ല. കരിയില ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ കരിയിലിട്ട് കൊടുക്കുക. അതിലേക്ക് മുളച്ച് വരുമ്പം തന്നെ നമ്മൾ അതിൻ്റെ മേലെ ചപ്പ് വാരിയിടാം. കരിയില വാരിയിട്ട് അതിൻ്റെ മേലെ ഇപ്പം തന്നെ ഇടാം. എന്നാന്ന് വെച്ചാൽ മണ്ണ് തെറിച്ച് പോവില്ല. ഇതിൻ്റെ ചകിരിച്ചോറും വളവും തെറിച്ച് പോവില്ല. കുറച്ചും കൂടി ഇങ്ങനെ വാരിയിടാം, അതാണ് നല്ലത്. ഇതിൻ്റെ മേലെ കുറച്ച് വാരിയിടാം. എന്നാലും എന്താ വെച്ചാൽ കുറച്ച് ഇതാവുമല്ലോ. കുറച്ച് ചപ്പ അതിൻ്റെ മേലെ ഇട്ടാൽ ഇവർക്ക് നീർന്ന് നിൽക്കാനും നമുക്ക് വെള്ളമെല്ലാം ഒഴിക്കുമ്പോൾ നിൽക്കും. ഇങ്ങനെ ഇടാം. ഇല്ല, എന്നാൽ ഉണങ്ങുകയും ചെയ്യില്ല. ഇതിപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഈ വെയിലുണ്ടാകുമ്പോൾ ഉണങ്ങാനും തരൂല. നല്ല വെള്ളം ഒഴിച്ച് കൊടുത്താൽ അവിടെ തന്നെ നിൽക്കും. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഉണ്ടല്ലോ, കരിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. വെള്ളം ഒഴിക്കുമ്പോൾ മഴ പെയ്യുമ്പോയാലും ഇതിന് തെറിച്ച് പോവില്ല. അത് ഈ കരിയിൽ ഇട്ട് കൊടുത്താൽ മഴ പെയ്യുമ്പോണ്ടല്ലോ, മഴ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മേലെ പോവില്ല. അതുകൊണ്ട് ഈ ചെടിക്ക് സംരക്ഷണവും കൂടിയാണ്. നട്ട് കഴിഞ്ഞ ശേഷം നമ്മളിതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട
ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.